നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 8 ഇയേഴ്സ് റെസ്യൂം റൈറ്റിംഗ് ആൻഡ് ലിങ്ക്ഡിൻ ബേസിക്സ് ഫോർ ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ആണ് നമ്മളിൽ നോക്കുന്നത്. സോ വാട്ട് വി കവർ ടുഡേ: ബേസിക്സ് അബൌട്ട് 8 ഇയേഴ്സ് റെസ്യൂം റൈറ്റിംഗ്, എഫക്റ്റീവ് റെസ്യൂം ടിപ്സ് ഫോർ ഗ്രാജുവേറ്റ്സ്, ടു ഡു ആൻഡ് നോട്ട് ടു ഡു ഇൻ റെസ്യൂം, ലിങ്ക്ഡിൻ ബേസിക്സ്, ബേസിക് ലിങ്ക്ഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്. അതൊക്കെ അങ്ങനെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യണത്. സോ മെയിനായിട്ട് 8 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം, ഇതൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതായത് ഒരു ഫിൽട്രേഷൻ പ്രോസസ് ആണ് മെയിനായിട്ട് സംഭവം. സോ ഇതിൽ 8 ഇയേഴ്സ് റെസ്യൂം റൈറ്റിംഗ് എന്ന് പറയുന്നത് അനുശ്രീ ചേച്ചി ആയിരുന്നു എടുത്തത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ഞാനാണ് എടുത്തത്. സോ ഞാനിപ്പോൾ ഇവിടെ രണ്ടും പറഞ്ഞു തരാം. അതായത് 8 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം, ഇതൊരു ഫിൽട്രേഷൻ സോഫ്റ്റ്വെയർ പോലത്തെ ഒരു സംഭവം. അതായത് ഒരു കമ്പനിയിലേക്ക്, അതായത് ഫോർച്യൂൺ 500 കമ്പനീസ് ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനുപരി ഇപ്പം മറ്റുള്ള എല്ലാ കമ്പനീസും, ഒരുവിധ എല്ലാ ടോപ്പ് കമ്പനീസും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഈ റെസ്യൂംസിന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് പ്രീ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഈ 8 ഇയേഴ്സ് ഓരോ റെസ്യൂം സ്കാൻ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ റെസ്യൂമിനും മാർക്ക് കൊടുക്കും, അതായത് ഒരു സ്കോർ കൊടുക്കും. ആ സ്കോറിൽ ഏറ്റവും കൂടുതൽ സ്കോർ നേടുക എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനാണ് നമുക്ക് 8 ഇയേഴ്സ് റെസ്യൂം റൈറ്റിംഗ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പൊ എങ്ങനെ ഒരു 8 ഇയേഴ്സ് ഫ്രണ്ട്ലി റെസ്യൂം ഡെവലപ്പ് ചെയ്യണം, അല്ലെ ബിൽഡ് ചെയ്യണം, അല്ലെ ക്രിയേറ്റ് ചെയ്യണം, അതാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് തേർഡ് സ്ലൈഡിലേക്ക് പോകാം. വി ആർ ഓവർലോഡഡ് വിത്ത് ഇൻഫർമേഷൻ. വി നോ മോസ്റ്റ് ഓഫ് ദ തിങ്സ്, ബട്ട് അറ്റ് ടൈംസ് വി ആർ അൺഅവെയർ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ദാറ്റ് ബീങ് ഹാപ്പനിങ് അറൗണ്ട് അസ്. അതായത് നമ്മളൊരു കമ്പനിക്ക് റെസ്യൂം കൊടുക്കുമ്പോൾ വി ഹാവ് ടു പേഴ്സണലൈസ് ദ റെസ്യൂം. അതായത് നമ്മുടെ അറൗണ്ടിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. ഈ എല്ലാ ഇൻഫോർമേഷൻസും എന്താ നമുക്ക് എല്ലാവിടെയും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ബിഗ് മെസ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഇൻഫോർമേഷൻസിനെ ഒരു റെസ്യൂം ബിൽഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതായത് ഇപ്പോൾ എന്താ ഒരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾക്കിപ്പോൾ സി പ്രോഗ്രാമിംഗ് അറിയാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് C++ അറിയാമെന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ്. സോ എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാണ്? വൈബ് കോഡിംഗ് ആണ് മെയിനായിട്ട്. എനിക്ക് വൈബ് കോഡിംഗ് അറിയാം. ഞാൻ ചെയ്തൊരു 4 പ്രോജക്ട്സ്, വൈബ് കോഡിംഗ് ഉപയോഗിച്ച് ചെയ്ത പ്രോജക്ട്സ്, അത് ഒരു 4 എഴുതി വെച്ച് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വെച്ചിട്ട് ഒരു ലിങ്ക് വെച്ചിട്ട് അയക്കുകയാണെങ്കിൽ യു സീ ദ ഡിഫറൻസ്. സോ അതാണ് സംഭവം. സോ അതാണ് നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കറക്റ്റായിട്ട് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് വേണം ഓരോ ഡാറ്റയും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ റെസ്യൂമിൽ. മാത്രമല്ല നമ്മൾ കൊടുക്കുമ്പോൾ അത് ഏത് കമ്പനിക്കാണ്, എന്തിനാണെന്നുള്ളത് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് വേണം നമ്മൾ കൊടുക്കാൻ. അതിനനുസരിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, നിയർലി ഹാഫ് ഓഫ് ടുഡേയ്സ് വർക്ക് ഫോഴ്സ് must adapt their core skills within 5 years. This is the pulse of employability in 2025. എംപ്ലോയബിലിറ്റിയുടെ പൾസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ ടെക് റിലേറ്റഡ് ആവും, അഗ്രി റിലേറ്റഡ് ആവും, മെക്ക് റിലേറ്റഡ് ആവും, സിവിൽ റിലേറ്റഡ് ആവും, എയറോ, അങ്ങനെ നമുക്ക് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ബട്ട് ദ പ്രോബ്ലം ഇസ്, കോർ സ്കിൽസ് ഉണ്ടെങ്കിലും പലവരും മിക്സഡ് ആണ്. ചിലവർക്ക് സിവിലും മെക്കും അഗ്രിയും ഇതിൽ 3ലും സ്കിൽസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ അതൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടാവില്ല. അതായത് ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ആ സ്കില്ല് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിന് ഒരു മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം. സോ ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. അതായത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ സ്കില്ല് നമുക്ക് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആ സ്കില്ല് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർക്കറ്റിൽ വാല്യൂ ഉള്ളൊരു വർക്ക് ആയിരിക്കണം. അപ്പൊ മാർക്കറ്റിൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അതിന് ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ട് അത് എല്ലാ വീട്ടിലും ആർക്കും പഠിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ല് പോലെ ആയിരിക്കരുത്. അതിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ്, ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കണം. അത് പഠിക്കാൻ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ വളരെ ഫ്രാങ്ക്ലി പറയുകയാണെങ്കിൽ, പ്രൊഫഷണൽ മോഷൻ ഗ്രാഫിക്സ് വീഡിയോ എഡിറ്റിംഗ്, അതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിനേക്കാളും ഒരുപാട് ഇന്ന് ഇൻകം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്കില്ലാണ് പ്രൊഫഷണൽ മോഷൻ ഗ്രാഫിക്സ് വീഡിയോ എഡിറ്റിംഗ്.
അതായത് ഹൈ ലെവൽ വീഡിയോ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫോർച്യൂൺ 500 കമ്പനീസും ഒരുവിധം ഒരുപാട് കമ്പനീസിന് ആവശ്യമുള്ള ഒരു സ്കില്ലാണ്. എനിക്കറിയാം ഇപ്പോൾ AI റിലേറ്റഡ് സംഭവങ്ങളുണ്ട്. സോ AI ഹേജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എഡിറ്റിംഗും ഇല്ലാണ്ട് തന്നെ വീഡിയോസ് ഔട്ട് എടുക്കാൻ പറ്റും. അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ നമ്മളെ ടൈപ്പ് ചെയ്യാൻ അല്ല പ്രസന്റ് ചെയ്യുന്ന തരത്തിൽ നമ്മളിരുന്ന് പ്രസന്റ് ചെയ്യുന്ന തരത്തിലുള്ള പുതിയൊരു വീഡിയോ കറക്റ്റ് ആയിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. സോ അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ബട്ട് പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കണ്ടന്റ് ജനറേറ്റ് ചെയ്താലും ഗ്രാഫിക്സ് കൊണ്ടുവന്ന് അത് എഡിറ്റ് ചെയ്യാനുള്ള റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല. എത്തും, ബട്ട് ഇറ്റ്സ് ടേക്സ് ടൈം. സോ മോഷൻ ഗ്രാഫിക്സ് വീഡിയോ എഡിറ്റിംഗ് അതാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന മാർക്കറ്റിൽ ഗ്യാപ്പ് ഉള്ള ഒരു സ്കില്ലാണത്. അതായത് ഒരുവിധ എല്ലാ കമ്പനീസിനും ഇത് വേണം. മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. പിന്നെ ജോബ് മാർക്കറ്റ് ഡൈനാമിക്സ്. ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റർ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഇതായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ജോലിയാണെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. സോ ജോബ് മാർക്കറ്റിംഗ് ഡൈനാമിക്സ് അതാണ് അടുത്ത സ്ലൈഡ്. ബൈ 2020 170 മില്യൺ ജോബ്സ് ക്രിയേറ്റഡ്, 92 മില്യൺ ഡിസ്പ്ലേസ്ഡ് ഔട്ട്. അതായത് 92 മില്യൺ ജോബ്സ് മാറ്റം വരും, പുതിയ ജോബ്സ് വരും. കാരണം പുതിയ ജോബുകൾ ക്രിയേറ്റ് ആവും. നെറ്റ് ഗെയിൻ 78 മില്യൺ ജോബ്സ്. ഡിമാൻഡ് ഷിഫ്റ്റിംഗ് റാപ്പിഡ്ലി ടു ഡിജിറ്റൽ ആൻഡ് AI റെഡി റോൾസ്. ജെൻസൺ ഹുവാങ് NVIDIAയുടെ CEO, അദ്ദേഹത്തോട് ഒരു പ്രാവശ്യം അക്ഷയ് കുമാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഷോ ആയിരുന്നു. സോ ആ സമയത്ത് അക്ഷയ് കുമാറും ജെൻസൺ ഹുവാങ്ങും ഉണ്ടായിരുന്നു. സോ നമ്മുടെ ആക്ടറാണ് അക്ഷയ് കുമാർ. സോ അദ്ദേഹം ജെൻസൺ ഹുവാങ്ങിനോട് ചോദിച്ചു, അതായത് വിൽ AI റിപ്ലേസ് ഹ്യൂമൻസ്? ഒരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്, ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI cannot replace humans. A person who use AI can replace person. അതായത് AIക്ക് ഡയറക്റ്റ്ലി ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. AIക്ക് ഹ്യൂമൻസിനെ റീപ്ലേസ് ചെയ്യുന്ന സൂപ്പർ ഇന്റലിജൻസ് വരണം. അതായത് മറ്റേ എന്തിരൻ ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ, അതിലൊക്കെ ഉള്ള പോലെ സ്വയം റീബിൽഡ് ചെയ്ത് സ്വയം ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റലിജൻസ് വരണം. അതില്ലാത്തവർത്തോളം കാലം ഇപ്പൊ എങ്ങനെയാ മനുഷ്യന്മാര് കോഡ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യണത്. അതിന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബൗണ്ടറിയുടെ അപ്പുറത്തേക്ക് അതിന് പോകാൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ലൈവ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എ പേഴ്സൺ ഹു ക്യാൻ യൂസ് AI ഇപ്പോ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു PPT ഡിസൈനർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ PPTs ഒന്നും അത്ര വലിയ ഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അധികം സ്ലൈഡ്സ് ഒന്നും വല്ലാണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് ജോമിനി മാം അയച്ചുതന്ന സ്ലൈഡ്സ് തന്നെയാണ്. സോ ആ സ്ലൈഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇടിച്ചത്. നമുക്ക് അധികം സമയം കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ടാണ് നമ്മുടെ സ്ലൈഡ്സ് കാണിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നന്നായി പേഴ്സണലൈസ് ചെയ്ത് നല്ല സ്ലൈഡ്സ് ആക്കി മാറ്റാം. കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ലൈഡ്സ് ഒക്കെ ഭയങ്കര ഗംഭീരമായിരുന്നു. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു PPT ഡിസൈനർ. ഓക്കെ, 2 PPT ഡിസൈനർ ഉണ്ട്. ഒന്ന് നോർമലായിട്ട് സ്ലൈഡ്സ് എഡിറ്റ് ചെയ്തുണ്ടാക്കണം PPT ഡിസൈനർ. മറ്റൊരാൾ AIയുടെ ഹെൽപ്പോടുകൂടി PPTs ഡിസൈൻ ചെയ്യുന്ന ആളാണ്. സോ നോർമലായിട്ട് ഒരാൾക്ക് PPT ഫുൾ ഒരു 10-25 പേജിന്റെ ഉണ്ടാക്കണമെങ്കിൽ ഒരു 1 hour മിനിമം എടുക്കുന്നുണ്ട്. മറ്റേ ആൾക്ക് 15 മിനിറ്റ് കൊണ്ട് ഒരു PPT AIനെ കൊണ്ട് അതിന് ഉള്ളിൽ തന്നെ ഉണ്ടാക്കാം. അതോടൊപ്പം അതിന്റെ മറ്റു എഡിറ്റിങ്സും എല്ലാം കൂടി കഴിഞ്ഞിട്ട് 10-15 മിനിറ്റാണ് മാക്സിമം വരുന്നത്. സോ കമ്പനീസ് ആരെ പ്രിഫർ ചെയ്യും? Obviously, the person who knows how to make PPTs using AI. സോ അതാണ് സംഭവം. സോ ആ ഒരു റീപ്ലേസ്മെന്റ് ആണ് വരാൻ പോകുന്നത്. സോ AI കാരണം പുതിയ തരത്തിലുള്ള ജോബ്സ് ക്രിയേറ്റഡ് ആവും. പിന്നെ വാട്ട് എംപ്ലോയേഴ്സ് വാല്യൂ ഇൻ 2025? 85% prioritize skill-based hiring. 44% of the workers need reskilling or upskilling. Digital skills and AI readiness are essential. ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ് ഇത് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ജോബ് സെർച്ച് ടൂൾസ് ഇൻ 2025. അതിലൊന്ന് LinkedIn ഒപ്റ്റിമൈസേഷൻ ഇസ് എ മസ്റ്റ്. AI based resume screening is a standard. 1 in 5 Gen Z land interviews via TikTok, Facebook or LinkedIn. TikTok നമ്മളോട് അവൈലബിൾ അല്ല. ഫേസ്ബുക്ക് ഒക്കെ വളരെ കുറവാണ്. LinkedIn ആണ് മെയിൻ ആയിട്ട് ജോബ്സ് കിട്ടാനുള്ള സാധ്യത. ബട്ട് നമുക്ക് നല്ലൊരു ഒപ്റ്റിമൈസ് LinkedIn പ്രൊഫൈൽ ഇല്ലെങ്കിൽ
ജോബ്സ് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അത് നമുക്ക് ലിങ്ക്ഡിന്റെ സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഡിജിറ്റൽ പ്രസൻസ് ഈസ് ആസ് ഇമ്പോർട്ടൻറ്റ് ആസ് റെസ്യൂം. നമ്മുടെ ഇവിടെ ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഗൂഗിളിൽ പ്ലേസ്ഡ് ആയ ഒരു ചാറ്റിനുണ്ട്. മുഹമ്മദ് നിയാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സോ അദ്ദേഹത്തിന്റെ റെസ്യൂം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹം മെയിൻ ആയിട്ട് പ്രോജക്ട്സ് ആയിരുന്നു മെൻഷൻ ചെയ്തത്. സോ അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയുള്ള കുറച്ച് സ്കിൽസും കാര്യങ്ങളൊക്കെ താഴെ ചെറുതായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ബട്ട് മെയിൻ ആയിട്ട് അദ്ദേഹം ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് നോർമൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, ChatGPTയുടെ ഒരു ക്ലോൺ ഉണ്ടാക്കി. സോ അങ്ങനെയുള്ള പ്രോജക്ട്സ് ആയിരുന്നു അദ്ദേഹം മെയിൻ ആയിട്ട് മെൻഷൻ ചെയ്തത്. പിന്നെ നെക്സ്റ്റ് പേജിൽ to succeed in 2025, build, tailor, create. Build adaptable skills, tailor your resume for ATS, create a powerful LinkedIn presence. സോ ഇതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഇതില് ഒരു വീഡിയോ ആണ്. ആ വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്തായാലും കണ്ടന്റ് പറഞ്ഞുതരാം. അതായത് ഒരു ബെഗ്ഗറാണ് അദ്ദേഹം. ഒരു അമേരിക്കയിലാണ് അദ്ദേഹം ബെഗ് ചെയ്തോണ്ടിരിക്കുക. സോ അദ്ദേഹം എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് എന്തെങ്കിലും തരണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആരും ഇയാൾക്ക് ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഒരു ലേഡി വന്നിട്ട് അതില് എഴുതി വെച്ചിരിക്കുന്നത് മാറ്റിയിട്ട് ഈ ലോകം എത്ര മനോഹരമാണ്, എനിക്കിത് കാണാൻ സാധിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു. സോ അതിനുശേഷം ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ അതില് പൈസ ഇട്ട് തുടങ്ങി. ഇത് വായിച്ചു വായിച്ചു വായിച്ചു. സോ അതാണ് ഒരു ഹൗ വി പ്രസന്റ്, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ പറയുന്നത്. സോ ഇതൊക്കെയാണ് ജോയിനിങ് തുടക്കത്തിൽ ഉള്ള പാർട്ടിൽ പറഞ്ഞത്. നൗ വി ആർ കമ്മിങ് ടു അവർ ടോപ്പിക് ATS. ATS എന്ന് പറയുമ്പോൾ അപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം റീഡ് ഫസ്റ്റ് ആൻഡ് റാങ്ക് റെസ്യൂം അഗെയിൻസ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷൻസ്. ദേ എക്സ്ട്രാക്ട് ഫീൽഡ്സ് നെയിം, ഇമെയിൽ, ഫോൺ, സ്കിൽസ്, എക്സ്പീരിയൻസ്. ഇങ്ങനെ കുറച്ച് പ്രീ ഡിഫൈൻഡ് സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ATSൽ. അപ്പൊ നമ്മൾ റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കും. സോ ആ ഒരു സംഭവത്തില് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂം, അതായത് സ്ലൈഡ് നമ്പർ 16 രണ്ട് റെസ്യൂംസ് ഉണ്ട്. ആ രണ്ടും ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമാണ്. സോ ഈ രണ്ട് റെസ്യൂംസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ATSന് ഈ നേരത്തെ പറഞ്ഞ 5 ഫീൽഡുകൾ നെയിം, ഇമെയിൽ, ഫോൺ, സ്കിൽസ്, എക്സ്പീരിയൻസ് ഇത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ അത് എക്സ്ട്രാക്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു റെസ്യൂമിനെ ഡീറാങ്ക് ചെയ്യപ്പെടും. സോ അതാണ് പറഞ്ഞു വരുന്നത്. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു റെസ്യൂം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഇത്ര ഗ്രാഫിക്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്, ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യരുത്. അൺലെസ് ആൻഡ് അൺടിൽ ടോൾഡ്. ജർമ്മനിയിൽ മാത്രമാണ് ഫോട്ടോസ് വേണമെന്നുള്ളത് പറയാറുള്ളൂ. അപ്പോ ബാക്കിയുള്ള എവിടെയും പറയാത്തോടത്തോളം കാലം ഫോട്ടോസ് ഇൻക്ലൂഡ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറയുന്നത്. സോ ഇതാണ് ATS. ATSനെ കുറിച്ചുള്ള കുറച്ച് ക്വിസസ് ആണ്. ATS മിത്ത് ക്വിസ്. ഫാൻസി റെസ്യൂം ടെംപ്ലേറ്റ് വിത്ത് ഗ്രാഫിക്സ് ആൻഡ് ഐക്കൺസ് ആർ ATS ഫ്രണ്ട്ലി. ഫാൻസി റെസ്യൂം ടെംപ്ലേറ്റ്സ് വിത്ത് ഗ്രാഫിക്സ് ആൻഡ് ഐക്കൺസ് ആർ ATS ഫ്രണ്ട്ലി. അത് ഫോൾസ് ആണ്. ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോവാണ്. നിങ്ങളത് ക്ലാസ്സിൽ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരോട് ചോദിക്കണം, അവരെ കൊണ്ട് ആൻസർ പറയിപ്പിക്കണം. ഓക്കെ, വിച്ച് ഫോർമാറ്റ് ഈസ് സേഫസ്റ്റ് ഫോർ ATS? PDF ആണ്. വിച്ച് ഹെഡ്ലൈൻ വർക്ക്സ് ബെറ്റർ ഫോർ ATS? BCom ഗ്രാജുവേറ്റ് അക്കൗണ്ടിങ് എക്സൽ ടാലി. അത് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. എൻ്റെ LinkedIn പ്രൊഫൈൽ വെച്ചിട്ട് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ LinkedIn പ്രൊഫൈൽ തന്നെ ഷോ ചെയ്യാം. അതായത് ഞാൻ ഓൾറെഡി എൻ്റെ LinkedIn പ്രൊഫൈൽ ഭയങ്കര ഗംഭീരമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തൊരു LinkedIn പ്രൊഫൈലാണ്. കഴിഞ്ഞൊരു 1 year ആയിട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഒപ്റ്റിമൈസും ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്തത്, വാട്ട് ഹാപ്പൻസ് ഇഫ് യുവർ റെസ്യൂം ഹാസ് സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇൻ കീവേഡ്സ്? ATS will auto correct it? No, അതൊന്നുമില്ല. ATS ignores the word and lowers your match score. അതാണ് റൈറ്റ് ആൻസർ. നിങ്ങൾ അതൊക്കെ ഒന്ന് കറക്റ്റ് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കുന്നുണ്ടാ. എന്നിട്ട് നമുക്ക് 2 റെസ്യൂംസ് തന്നിട്ടുണ്ട്. ഈ 2 റെസ്യൂംസ് ATS ഫ്രണ്ട്ലി അല്ല. ഓക്കെ, ഈ 2 റെസ്യൂംസും ATS ഫ്രണ്ട്ലി അല്ല. നെക്സ്റ്റ്, റെസ്യൂം റൈറ്റിംഗ് ബേസിക്സ് ഫോർ ഗ്രാജുവേറ്റ്സ്. കീപ് ഇറ്റ് 1 page, യൂസ് ക്ലിയർ സെക്ഷൻ, എഡ്യൂക്കേഷൻ, സ്കിൽസ്, പ്രോജക്ട്സ്. അങ്ങനെ എന്തൊക്കെയാണ് ഒരു കറക്റ്റ് ആയിട്ടുള്ള റെസ്യൂമിന് വേണ്ടത് എന്നുള്ളത് പോയിന്റ്സ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ATS ഫ്രണ്ട്ലി റെസ്യൂം. ഫസ്റ്റ് ചെയ്തത് റെസ്യൂം റൈറ്റിംഗ് ബേസിക്സ് ഫോർ ഗ്രാജുവേറ്റ്സ് ആണ്. നെക്സ്റ്റ് ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂം, അതായത് ഒരു റെസ്യൂം റൈറ്റ് ചെയ്യേണ്ട ബേസിക്സ് ആണ് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡില് ഒരു ATS ഫ്രണ്ട്ലി ആക്കുന്ന ഒരു റെസ്യൂമാണ് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് ഫോംസ് ഉപയോഗിക്കുക. ഏരിയൽ, കാലിബ്രി, ടൈംസ് ന്യൂ റോമൻ. ഞാൻ പറയാച്ച ഏരിയൽ അല്ലെങ്കിൽ ടൈംസ് ന്യൂ റോമൻ, ഇത് രണ്ടെണ്ണമാണ്
മെയിനായിട്ട് നല്ല ഫോൺസ്. ഇതിലും നല്ലതെന്ന് പറയാൻ ടൈംസ് ന്യൂ റോമൻ ആണ് ഏറ്റവും പെർഫെക്റ്റ്. അത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ. അതായത് ഒരുപാട് പേര് സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്നത് ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്ന ഫോണിലാണ്. ഇമേജസ്, ടേബിൾസ്, ഫാൻസി ഫോർമാറ്റ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. PDF സേവ് ചെയ്യുക, അത് നമ്മൾ പറഞ്ഞു. യൂസ് കൺസിസ്റ്റന്റ് ഫോർമാറ്റിംഗ് ഫോർ ഡേറ്റ്സ് ആൻഡ് ടൈറ്റിൽസ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ DDMMYYYY ആ ഒരു ഫോർമാറ്റ് ഒരു സ്ഥലത്ത് കൊടുക്കണമെങ്കിൽ അതേ ഫോർമാറ്റ് തന്നെ എല്ലാവരുടെയും ഉപയോഗിക്കാം. ഇപ്പൊ 12 August 2025 എന്ന് പറയുന്ന ഒരു ഡേറ്റ് ആണെങ്കിൽ അങ്ങനെയാണ് കൊടുക്കണമെങ്കിൽ വേറെ എവിടെയാണ് നമ്മൾ ഡേറ്റ് മെൻഷൻ ചെയ്യുന്ന അതേ സെയിം ഫോർമാറ്റിന് ഉപയോഗിക്കാം. ഇത് വളരെ ബേസിക്സ് ആണ്. ഇൻക്ലൂഡ് കീവേഡ്സ് ഫ്രം ദ ജോബ് പോസ്റ്റിംഗ്. ഓക്കെ, നമ്മുടെ ജോബ് പോസ്റ്റിംഗ് അനലൈസ് ചെയ്തിട്ട് തന്നെ ഒരു കീവേഡ് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, ആ ജോബ് പോസ്റ്റിംഗിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ചില ജോബ് പോസ്റ്റിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇനി അഥവാ ഇലാബറേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് AI ടൂൾസ് ഉപയോഗിച്ചിട്ട് അതിനെ ടൈലർ ചെയ്തിട്ടുള്ള റെസ്യൂംസ് ഉണ്ടാക്കാൻ നോക്കുക. എന്തൊക്കെ പോയിന്റ്സ് മെൻഷൻ ചെയ്യണം എന്നുള്ളത് നോക്കുക. 5 questions before you start. What role am I targeting? What challenges are they facing? What skills are critical to success? What companies am I targeting? What skills are critical to success? ഓക്കെ, അത് രണ്ടും സെയിം ആണ്. ഹൗ ഡു ഐ ആഡ് വാല്യൂ? സോ ഈ ഒരു 1 2 3 4 5 ക്വസ്റ്റ്യൻസ്, ഈ ഒരു 5 ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് വേണം ടു സ്റ്റാർട്ട്. വാട്ട് റോൾ ആം ഐ ടാർഗറ്റിംഗ്? സോ വാട്ട് റോൾ ആം ഐ ടാർഗറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ റോൾ എന്താണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു മെക്കിൽ പഠിച്ച ഒരാൾക്ക് ടെക്കിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അതുപോലെ സിവിൽ പഠിച്ച ഒരാൾക്ക് അഗ്രിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ റോള് കറക്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. വാട്ട് ചാലഞ്ചസ് ആർ ദേ ഫേസിങ്? നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചാലഞ്ചസ് നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഇൻഡസ്ട്രിയും നീഷ് മാർക്കറ്റിനെ കുറിച്ച് വളരെ ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. വാട്ട് സ്കിൽസ് ആർ ക്രിട്ടിക്കൽ ടു സക്സസ്? ആ ഒരു നീഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ സ്കിൽസ് നമുക്ക് വേണം അത് നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. വാട്ട് കമ്പനീസ് ആം ഐ ടാർഗറ്റ്? ഏത് തരത്തിലുള്ള കമ്പനീസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊക്കെ ഒരു നല്ലൊരു ജോലി കിട്ടാനുള്ള ഒരു പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വിത്ത് യുവർ റെസ്യൂം. ഓക്കെ, ദെൻ ദ 4-part ഫ്രെയിംവർക്ക്, അതായത് ദ ടോപ്പ് ഹാഫ് വർക്ക് എക്സ്പീരിയൻസ് ഓർ ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, സ്കിൽസ് ആൻഡ് അതർ സെക്ഷൻസ്. ഇതാണ് നമ്മുടെ റെസ്യൂമിന്റെ 4 സെക്ഷൻസ്. ഇപ്പൊ ഈ 4 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മുടെ ഒരു റെസ്യൂം ജനറലി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ 4 സെക്ഷൻസ് ഏതൊക്കെയാന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് താഴെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്യൂം നടത്തുന്നത്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ ഓരോ ടൈറ്റിൽസും ജസ്റ്റ് വായിച്ച് പറഞ്ഞു കൊടുത്താൽ മതി. ദ ടോപ്പ് ഹാഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, കോണ്ടാക്ട് ഇൻഫോർമേഷൻ, ഹെഡ്ലൈൻ, 3 കീ സ്കിൽസ്, പിന്നെ പ്രൊഫഷണൽ സമ്മറി. ഇതൊക്കെയാണ് നമ്മൾ അതിൽ മെൻഷൻ ചെയ്യേണ്ട സാധനങ്ങൾ. വാട്ട് ടു ഇൻക്ലൂഡ് ഇൻ കോണ്ടാക്ട് ഇൻഫോർമേഷൻ, നെയിം ആൻഡ് ലൊക്കേഷൻ, വാലിഡ് ഇമെയിൽ അഡ്രസ് ആൻഡ് കോണ്ടാക്ട് നമ്പർ. ഓക്കെ, ഇത് രണ്ടെണ്ണം ഇൻക്ലൂഡ് ചെയ്യണം. അപ്പുറത്തെ ടിക്കറ്റ് ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, സോ ഈ സ്ലൈഡിൽ വാട്ട് ഇൻക്ലൂഡ് ആണ് പറയുന്നത്. ഡെമോൺസ്ട്രേറ്റ് യുവർ സൂട്ടബിലിറ്റി. നിങ്ങളുടെ സൂട്ടബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് അതിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് കൊണ്ട് നമ്മൾ കുറച്ച് കൊടുക്കുമല്ലോ, ആ ഒരു പാർട്ടിൽ കറക്റ്റായിട്ട് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ആസ് ഫ്രഷർ ഫോക്കസ് ഓൺ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ദാറ്റ് ബെനിഫിറ്റ് എംപ്ലോയർ. ഓക്കെ, നിങ്ങളൊരു ഫ്രഷറാണ്. സോ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ യു ക്യാൻ സീ CTO ഓഫ് groweronline.com. ഐ എം ആൻ വിഷണറി ഓൺടർപ്രണർ ഇൻ ദ ഫീൽഡ് ഓഫ് ടൂറിസം. സോ അതൊക്കെ നിങ്ങൾക്ക് കാണാം. ബട്ട് നിങ്ങൾക്ക് അത്രയും വലിയൊരു സംഭവങ്ങൾ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളണ്ടിയർ എക്സ്പീരിയൻസ് ഫ്രീ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങണം. എന്നിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വർക്ക് എവിടെ നിന്ന് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് യുവർ റെഫറൻസ്. നിങ്ങൾക്ക് റെഫറലായിട്ട് വർക്ക് കിട്ടണം. റെഫറലായിട്ട് വർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അവരെയൊക്കെ റിലേറ്റീവ്സ്, അവരെയൊക്കെ നിങ്ങൾ ടച്ച് ചെയ്ത് തുടങ്ങണം. നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ ടച്ച് ചെയ്ത് തുടങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾക്കൊരു ഹൈ ഇൻകം സ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു ഹൈ ഇൻകം സ്കിൽസിനെ ക്ലയൻസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഫേസിൽ നിങ്ങൾ പ്രോഫിറ്റിനെ കുറിച്ച് ചിന്തിക്കരുത്. ജസ്റ്റ് ഫോർ എൻ എക്സ്പീരിയൻസ് യു ഹാവ് ടു ട്രൈ ഇറ്റ്. സോ അങ്ങനെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തിട്ട് എന്നിട്ട് ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ റെസ്യൂമിൽ ഷോ ചെയ്യാം. സോ ഇങ്ങനെയാണ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് ഫ്രഷർ ഫോക്കസ് ഓൺ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഓക്കെ, ഓൾവേസ് കസ്റ്റമൈസ്. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഓരോ കമ്പനിക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമിനെ ടൈലർ ചെയ്യണം. റൈറ്റ് യുവർ പ്രൊഫഷണൽ
include the key skills mentioned in the job description. Okay, അതാ point തന്നെയാ. Write your professional summary after you have written the rest of your. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് പ്രൊഫഷണൽ സമ്മറി ഏറ്റവും ലാസ്റ്റ് ചെയ്താൽ മതി. തുടക്കത്തില് സ്കിൽസും കാര്യങ്ങളൊക്കെ തന്നെ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ ഡോണ്ട് ഓവർ യൂസ് ജനറിക് ബസ് വേർഡ്സ്. ബസ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം എ ഹാർഡ് വർക്കർ, ഐ ആം എ ഇന്നോവേറ്റർ, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്, അങ്ങനെയൊക്കെ റെസ്യൂമിൽ എഴുതും. സോ അതിനെയാണ് ഈ ബസ് വേർഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയൊന്നും കൊടുക്കരുത്. നമ്മുടെ എക്സ്പീരിയൻസ് വായിച്ചിട്ട് നമ്മൾ എന്താണോ എന്നുള്ളത് അവർക്കത് ഫീൽ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളൊരു ഇന്നോവേറ്റർ ആണെങ്കിൽ നമ്മൾ ഐ ആം എ ഇന്നോവേറ്റർ അല്ലെങ്കിൽ ഐ ആം എ വെരി ഹാർഡ് വർക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും കൊടുക്കരുത്. അതായത് നമ്മുടെ എക്സ്പീരിയൻസ് വായിച്ചിട്ട് അവർക്കത് ഫീൽ ചെയ്യണം, ദാറ്റ് ഐ ആം എ ദാറ്റ് വി ആർ എ ഹാർഡ് വർക്കർ എന്നുള്ളത്. അങ്ങനെയാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. ബട്ട് യൂസ് കീവേഡ്സ് ആൻഡ് സ്പെസിഫിക് ബസ് വേർഡ്സ്. നമ്മളിപ്പോൾ പ്രൊഫഷണൽ സമ്മറിയിൽ എന്താ ശരിക്കും ഒരു ഇന്നോവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ഇന്നോവേറ്റഡ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. സോ അതാണ് സ്പെസിഫിക് ആയിട്ട് ബസ് വേർഡ്സ് ഉപയോഗിക്കണം. ബട്ട് വെറുതെ ഹാർഡ് വർക്കിംഗ് ആണ് ഇന്നോവേറ്റർ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് ജസ്റ്റിഫിക്കേഷൻ നിങ്ങളുടെ എക്സ്പീരിയൻസിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻക്ലൂഡ് യുവർ ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് പോയിന്റ്, ഹയസ്റ്റ് ജോബ് ടൈറ്റിൽ ഓർ ഡിഗ്രി, യുവർ കീ സ്കിൽസ് ആൻഡ് എബിലിറ്റി. ഓക്കെ, ഇൻക്ലൂഡ് ദ ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് പോയിന്റ്. ഇതൊരു ഓൺടർപ്രണർഷിപ്പ് പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കപ്പെടാനുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പോയിന്റ്. അതായത് ഈ ഒരു പോയിന്റ് നമ്മൾ പിച്ച് ചെയ്യുക അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കപ്പെടും. സോ വിൽക്കപ്പെടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ അത് അതിന്റെ പ്രൈസ് ആവാം, അത് അതിന്റെ ഒരു ഫീച്ചർ ആവാം. സോ അങ്ങനെയാണ് നമ്മൾ ഈ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സോ കരിയറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വൈ ഷുഡ് ദേ പ്ലേസ് യു. എന്താണ് നിങ്ങളുടെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ? അതായത് നിങ്ങൾക്ക് എന്തിന് ഈ ഒരു കമ്പനിയിൽ ജോലി തരണം? വാട്ട് ഈസ് യുവർ യുണീക്നെസ്? അത് നിങ്ങൾ ഗംഭീരമായിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ ഹൈലൈറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടിയ ഒരു ജോബ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കിട്ടിയ ഡിഗ്രി, അതായത് നിങ്ങളുടെ ഡിഗ്രി ബിടെക് അല്ലേ, നിങ്ങൾ ബിടെക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബിടെക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൽ മെൻഷൻ ചെയ്യണം. പിന്നെ നിങ്ങളുടെ സ്കിൽസ് അത് മെൻഷൻ ചെയ്യുക. പിന്നെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് ഓർ അച്ചീവ്മെന്റ്സ് ഡ്യൂറിങ് ദോസ് ഇയേഴ്സ്. നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ഇടയിലോ നിങ്ങളുടെ കോളേജിന്റെ ഇടയിലോ നിങ്ങൾ എടുത്തിരിക്കുന്ന വോളണ്ടിയർ ആയിട്ടുള്ള വർക്കോ ഫ്രീലാൻസ് ആയിട്ടുള്ള വർക്കോ കോർപ്പറേറ്റ് കോൺട്രാക്ട്സിലുള്ള വർക്കോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റീസും അച്ചീവ്മെന്റ്സും ഒക്കെ അതിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അതിന്റെ താഴെ അത് തന്നെ ഇരിക്കണല്ലേ വോളണ്ടിയർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട്, അതൊക്കെ അത് തന്നെയാണ്. റെസ്യൂംസ് എംഫസൈസിങ് വർക്ക് എക്സ്പീരിയൻസ് ആറ്റ് ദ ഹയസ്റ്റ് എംപ്ലോയബിലിറ്റി അസസ്മെന്റ് സ്കോർ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മുഹമ്മദ് നിയാസ് എന്നായിട്ടുള്ള ഒരു ചേട്ടൻ ഗൂഗിളിൽ പ്ലേസ്ഡ് ആയിട്ട് JCTയിൽ നിന്ന്. ആ ചേട്ടൻ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്ത പ്രോജക്ട്സ് ആണ്. സോ ഇവിടെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പ്രോജക്ട്സിൽ അദ്ദേഹം മെൻഷൻ ചെയ്തത് എന്തൊക്കെയാണ്? അദ്ദേഹം ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തു, ChatGPT ക്ലോൺ ഉണ്ടാക്കി. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം മെൻഷൻ ചെയ്തത്. സോ അതൊക്കെ നിങ്ങളുടെ ATS സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. Activity focused resume resulted in a lower score. Education focused resume provided the lowest. സോ ഇതൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? അതായത് എഡ്യൂക്കേഷൻ ഡിഗ്രി സ്കോർ എന്ന് പറയുമ്പോൾ അത് കമ്പനീസ് ലീസ്റ്റ് പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ചെറിയൊരു പ്രയോറിറ്റി കൂടുതലാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ഇൻഡസ്ട്രിയിൽ റെലവെന്റ് ആയിട്ടുള്ള വർക്കുകൾ എടുത്തു വെച്ച് അത് വോളണ്ടിയർ ആയിട്ടോ പെയ്ഡ് ആയിട്ടോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത് കാണിച്ചു കൊടുക്കുക, അതിന്റെ റിസൾട്ട്സ് കാണിച്ചു കൊടുക്കുക. അതിനാണ് ഏറ്റവും കൂടുതൽ റെസ്യൂംസിന് സ്കോർ കിട്ടുന്നത്. സോ വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഇഫ് നോട്ട് വാട്ട് ടു ഡു? ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലാസ്സിൽ ചോദിച്ചോ. ഓക്കെ, ഈ ഒരു സ്ലൈഡിൽ പറയുന്നത് നിങ്ങൾ എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും എപ്പോഴാണ് ഷോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാ ട്രെയിനിങ്ങുകളും എല്ലാ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളും നിങ്ങളുടെ റെസ്യൂമിൽ മെൻഷൻ ചെയ്യണം എന്നൊന്നും ഇല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇതിൽ കുറെ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ഇഫ് മാർക്സ് ആർ ഹൈ ആൻഡ് റൈറ്റ് അണ്ടർ കരിയർ സമ്മറി ഇഫ് നോ എക്സ്പീരിയൻസ് ടു ഷോക്കേസ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഷോ ചെയ്യുക, നിങ്ങളുടെ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുക. മാർക്ക് ഇല്ലെങ്കിൽ അത് ജസ്റ്റ് ഡിഗ്രി മാത്രം ഷോ ചെയ്താൽ മതി, മാർക്ക് ഷോ ചെയ്യാതിരിക്കുക. അങ്ങനെ ഇതിൽ കുറെ പോയിന്റ്സ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് പറഞ്ഞു കൊടുക്കുക, അത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ എഡ്യൂക്കേഷനും ട്രെയിനിങ് സെക്ഷനും കൊടുക്കുമ്പോൾ
എന്താ എല്ലാം ഒരേ ഫോർമാറ്റിൽ വെക്കണം. അതായത് മറ്റേ പ്രൊഫഷണൽ ആയിട്ടുള്ള റെസ്യൂം, അതായത് കറക്റ്റ് ATS ഫ്രണ്ട്ലി റെസ്യൂം ഞാൻ കാണിച്ചത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു എക്സ്പീരിയൻസ്, നിങ്ങളുടെ +2ൻ്റെ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതേ ടൈറ്റിലും അതേ ഡിസ്ക്രിപ്ഷനും അതേ ഡേറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഷോ ചെയ്യണം. അല്ലാതെ രണ്ട് തരത്തിൽ കൊടുക്കരുത്. സ്ഥലം ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുക, അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇൻക്ലൂഡ് മോസ്റ്റ് റിലവൻറ്റ്, ഏറ്റവും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും പവർഫുൾ അച്ചീവ്മെന്റ്സ് ആയിട്ട് തോന്നുന്നത് ടോപ്പിൽ കൊടുക്കണം. ലിസ്റ്റ് ഇൻ റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ, അതായത് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് ഏറ്റവും ടോപ്പിൽ കൊടുക്കണം. അങ്ങനെ താഴത്തേക്ക് വരണം. കീപ് യുവർ ഫോർമാറ്റിംഗ് കൺസിസ്റ്റന്റ്, അത് തന്നെ. അതായത് സെവറൽ വേസ് ടു ഫോർമാറ്റ് എന്ന് പറയാം, അതേ പോയിന്റിന്. ഷോർട്ടസ്റ്റ് വൺ ഇഫ് യു ഹാവ് സം എക്സ്പീരിയൻസ് ടു ഷോക്കേസ്. ആ, ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ ഷോക്കേസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ സ്കിൽ ചാമ്പ്യൻ ഓഫ് GCT, ഇതൊരു 1 മന്ത് ഇല്ല, ഒരു 2 വീക്സിൻ്റെ ഒരു എക്സ്പീരിയൻസാണ്. ബട്ട് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലും റെസ്യൂമിലൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഇത് അതിൻ്റെ ഫോർമാറ്റിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഇതെങ്ങനെയായിരിക്കണം സ്കിൽ സെക്ഷൻ എന്നുള്ളത് ഇതും ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചോ. പ്രൊഫഷണലി പറയുമ്പോൾ നമുക്ക് 2 തരത്തിലുള്ള സ്കില്ലുണ്ട്: ഹാർഡ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്. ഹാർഡ് സ്കിൽസും സോഫ്റ്റ് സ്കിൽസും തമ്മിൽ വ്യത്യാസമൊക്കെയാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് വായിച്ച് പറഞ്ഞു കൊടുക്കണം. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഇന്റർപ്രറ്റിംഗ് ഡാറ്റ, ഫിനാൻഷ്യൽ പ്ലാനിങ്, അങ്ങനെ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ് ഒക്കെ ഹാർഡ് സ്കിൽസും, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ടൈം കീപ്പിംഗ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അങ്ങനെയുള്ള സ്കിൽസൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കിൽസുമാണ്. പിന്നെ എന്തൊക്കെ ഒഴിവാക്കണം എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇതും പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷനിലേക്ക് എത്തി. ഓക്കെ, സോ നമ്മൾ ATS റെസ്യൂം റൈറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തു. ബട്ട് നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ ഈ ATS റെസ്യൂം റൈറ്റിങ്ങിന് ഒരുപാട് സ്ലൈഡ്സ് ഉണ്ടാവും. അതിന് കാരണം ASAP കേരള ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത സെഷനിലും സ്ലൈഡ്സിലും ഇത്രയും സ്ലൈഡ്സ് ATS റെസ്യൂം റൈറ്റിങ്ങിനാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസേഷൻ ഒരു സെക്കൻഡറി ടോപ്പിക് എന്നുള്ള ലെവലിൽ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. പക്ഷേ റിയൽ വേൾഡിൽ സംസാരിക്കുമ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എന്ന് പറയുന്നതിന് വളരെ 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 ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലിങ്ക്ഡിൻ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക്. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് ആദ്യം വരുന്നത്? ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലോട്ട് കമ്പ്യൂട്ടറിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇസ് എ കണക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ബട്ട് ഹിയർ നെറ്റ്വർക്ക് ഈസ് കണക്ഷൻ ഓഫ് പീപ്പിൾ. ഒരു നെറ്റ്വർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഗുരുവായൂർ സ്റ്റെംപെ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ 2500 ആർട്ടിസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അതിൽ കീബോർഡ് പ്ലെയറാണ്. സോ ഞാൻ കീബോർഡ് വായിക്കാറുണ്ട്. ഡോക്ടർ കൊൽമന്നം രാമകൃഷ്ണൻ സാറിൻ്റെ കൂടെ. സാറ് മൃദംഗം, ഞാൻ കീബോർഡ്. ഓക്കെ, സോ ഇപ്രാവശ്യം മീൻസ് തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം, അതായത് 2025 ഗുരുവായൂർ online.com ആയിരുന്നു ചെമ്പൈ മ്യൂസിക് ഫെസ്റ്റിവലിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ടെൻഡർ എടുത്തിരുന്നത്. സോ വി വോൺ ദ ടെൻഡർ. ബട്ട് ഒരു പ്രോബ്ലം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് പിന്നോട്ട് പോയി. സോ ഞങ്ങളുടെ സ്പോൺസേഴ്സും ഇൻവെസ്റ്റേഴ്സും ഒക്കെ പിന്നോട്ടടിച്ചു. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ GCTക്ക് ന്യൂ ആയിരുന്നു. ബട്ട് എനിക്ക് അത്യാവശ്യം ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ ഫാക്കൽറ്റീസ്, എനിക്കറിയാവുന്ന ഫാക്കൽറ്റീസ്, എൻ്റെ സീനിയേഴ്സ്, ഇവിടുന്ന് പാസ് ഔട്ടായി പോയി എനിക്ക് സെഷൻ എടുത്തു വന്നിരിക്കുന്ന എൻ്റെ സീനിയേഴ്സ്, അവരോടൊക്കെ ഞാൻ പറഞ്ഞു. ഗോപികൃഷ്ണ ഫ്രം ടെക്നോവേറ്റ് ലാബ്സ്. ടെക്നോവേറ്റ് ലാബ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ CEO ആണ് അദ്ദേഹം. 3D പ്രിന്റിങ് അങ്ങനെയുള്ള കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജീസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഒരുപാട് ആൾക്കാരോട് ഞാൻ ഇൻഫോം ചെയ്തു. സോ ഇതിന്ന് പലരും അവരുടെ റെഫറൽസ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നു. സോ അതിനനുസരിച്ച് സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞു. സോ ദിസ് ഇസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. ഞാൻ JCTയിൽ എൻ്റെ ഫീസായിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഗുരുവായൂർ online.comന്റെ അക്കൗണ്ടിൽ JCT നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് ബിസിനസ് നടന്നിട്ടുണ്ട്. സോ ദിസ് ഇസ് ദ പവർ ഓഫ് നെറ്റ്വർക്ക്. നെറ്റ്വർക്ക് ഭയങ്കര പവർഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം വളരെ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ലിങ്ക്ഡിനിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ലൈഡിൽ നോക്കണം. ഹൂ നോസ് യു ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഹൂ യു നോ. ബിൽഡ് എ ബ്രാൻഡ്. ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളതാണിത്. അതായത് നിങ്ങൾക്ക് ആരെ അറിയാം എന്നുള്ളതിനേക്കാൾ നിങ്ങളെ ആർക്കൊക്കെ അറിയാം, അതിനാണ് ഇമ്പോർട്ടൻസ്. ഇപ്പോൾ JCTയിൽ എന്നെ ഒരുവിധം എല്ലാവർക്കും അറിയാം. ബിക്കോസ് JCTയുടെ ഫസ്റ്റ് സ്കിൽ ചാമ്പ്യൻ പ്രസൻറ്റേഷൻ
ആ സമയത്ത് നമ്മുടെ ടോപ്പിക് AI ആൻഡ് ജനറേറ്റീവ് AI ഇൻ ആക്ഷൻ അതായിരുന്നു നമ്മുടെ ടോപ്പിക്. സോ അതിനും ഞാനായിരുന്നു സ്കിൽ ചാമ്പ്യൻ. അതിന് ഞാൻ മാത്രമായിരുന്നു സ്കിൽ ചാമ്പ്യൻ. ഫ്രം S3 ടു S7 മാത്രം ഉണ്ടായിരുന്നുള്ളൂ, S1 ഉണ്ടായിരുന്നില്ല അന്ന്. ഓക്കെ. സോ ഞാൻ ഡെവലപ്പ് ചെയ്ത ഒരു AI ഓട്ടോമേഷൻ സിസ്റ്റം, അതായത് ഗുരുവായൂർ-online.com ഒരു ന്യൂസ് പോർട്ടൽ ഓട്ടോമേഷൻ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അസോസിയേറ്റ് എഡിറ്ററും എഡിറ്റോറിയൽ വെബ് മാസ്റ്ററും റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു ന്യൂസ് പോർട്ടൽ ഓട്ടോമേഷൻ. സോ അതിന്റെ ഒരു റിയൽ വേൾഡ് എക്സാമ്പിൾ ആണ് ഞാൻ അതിൽ ഷെയർ ചെയ്തത്. സോ ഞാൻ എങ്ങനെയാണോ ഓട്ടോമേഷൻ ചെയ്തത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇൻ ഡെപ്ത് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് JCTയിലുള്ള എല്ലാവരും അറിയില്ല, ബട്ട് JCTയിലുള്ള ഒരുവിധം എല്ലാവർക്കും എന്നെ അറിയാം. ബിക്കോസ് എല്ലാ ക്ലാസ്സുകളിലും ആ സ്ലൈഡ്സ് വെച്ചിട്ട് പ്രസന്റേഷൻ നടന്നതായിരുന്നു. സോ ദാറ്റ് ഈസ് നെറ്റ്വർക്കിംഗ്. അതാണ് ഒരു സ്റ്റൈൽ ഓഫ് നെറ്റ്വർക്കിംഗ്. സോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ യു ക്യാൻ യൂസ് ലിങ്ക്ഡിൻ. ഞാനും ലിങ്ക്ഡിൻ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. ഇതിൽ നിങ്ങൾക്ക് കാണാം CTO@guruvayoronline.com. അതെൻ്റെ വർക്കാണ്. CTO guruvayoronline.com എൻ്റെ കമ്പനിയാണ്. വിഷണറി ഓൺടർപ്രണർ ഇൻ ടൂറിസം ആൻഡ് നാഷണൽ ഡെവലപ്മെന്റ്, അതും എൻ്റെ വർക്ക് തന്നെയാണ്. ഡിജിറ്റൽ ഇന്നോവേഷൻ സ്ട്രാറ്റജിസ്റ്റ് അതെൻ്റെ സ്കില്ലാണ്. വേർഡ് പ്രസ് ഡെവലപ്മെന്റ് എക്സ്പെർട്ട് അതെൻ്റെ ഹൈ ഇൻകം സ്കില്ലാണ്. മ്യൂസീഷ്യൻ അതെൻ്റെ ഹോബിയാണ്. ഇന്നോവേറ്റിംഗ് ഫോർ എ ഡിജിറ്റലി എംപവേർഡ് ഇന്ത്യ അതെൻ്റെ മിഷനാണ്. സോ ഇത് വായിക്കുമ്പോൾ തന്നെ ഒരു റിക്രൂട്ടർക്ക് മനസ്സിലാവും വാട്ട് ഐ ആം ഡൂയിങ്, എൻ്റെ വർക്ക് എന്താണ്, എൻ്റെ സ്കിൽ എന്താണ്, എൻ്റെ ഹോബി എന്താണ്, എൻ്റെ മിഷൻ എന്താണ്. സോ ഹോബി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് അവിടെ പോകാൻ ഇഷ്ടമാണ്, ടൂർ പോകാൻ ഇഷ്ടമാണ്, അതൊന്നും ഹോബി ആയിട്ട് കൊടുക്കരുത്. എന്തെങ്കിലും ഇതുപോലത്തെ ഇപ്പോൾ മ്യൂസീഷ്യൻ ആണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഹോബി ആയിട്ട് മെയിനായിട്ട് കൊടുക്കേണ്ടത്. അതായത് സമൂഹത്തിൽ കുറച്ചുകൂടി വാല്യൂ ഉള്ള കാര്യങ്ങളായിരിക്കണം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു തരത്തിലുള്ള വാല്യൂ ഉണ്ടായിരിക്കണം ആ ഒരു കാര്യത്തിന്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഹോബി ആയിട്ടൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. ഇപ്പുറത്തെ പ്ലാനറ്റ്സ് ഡെവലപ്മെന്റ് അതിന്റെ വേറെ കമ്പനി. ഇറ്റ്സ് ഫോക്കസ്ഡ് ഓൺ IT. പിന്നെ ജവഹർലാൽ കോളേജ് അത് ഞാൻ പഠിക്കുന്ന കോളേജ്. മുകളിൽ ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിൽ എൻ്റെ പേര് എൻ്റെ വർക്ക് തന്നെ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു ഒരു ഗ്രാഫിക്സ് പോലെ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് ചെയ്തു വെച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ. സോ ഈ ഒരു ടൈറ്റിൽ വായിക്കുമ്പോൾ തന്നെ റിക്രൂട്ടർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും അതിനെക്കുറിച്ച്. ഞാൻ പ്ലേസ്മെന്റ്സിന് അപ്ലൈ ചെയ്യുന്നില്ല ബിക്കോസ് ഐ എം ഓൾറെഡി ആൻ ഓൺടർപ്രണർ. ബട്ട് പ്ലേസ്മെന്റ്സിന് അപ്ലൈ ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗെയിൻ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് JCTയിൽ കിട്ടും. ബി സെലക്റ്റീവ്. തുടക്കത്തിൽ നിങ്ങൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കി അത് എടുക്കുക, അതിൽ വർക്ക് ചെയ്ത് തുടങ്ങുക. ഇറ്റ് ക്യാൻ ബി സ്മോൾ ഓപ്പർച്യൂണിറ്റീസ് ലൈക്ക് ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക, അതിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കി ഇട്ടു. അടുത്ത പ്രാവശ്യം ഒരു ഇവന്റ് വരുമ്പോൾ JCTയിൽ നോക്കുന്നു, എന്താ ആരാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കിയത്, ആരെങ്കിലും ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് അവിടെ കണക്ട് ആവണം. തുടക്കത്തിൽ തന്നെ ഒന്നും വരില്ല. ഒരു 5-10 പോസ്റ്റേഴ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ആണ് ഇതൊക്കെ വരുള്ളൂ. എന്നിട്ട് അതിന് ശേഷം ആരാണ് ഈ പോസ്റ്റർ ഡിസൈൻ ചെയ്തതെന്ന് ചോദിച്ചിട്ട് വരണം. ഓക്കെ, അങ്ങനെ JCT നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളിലേക്ക് ഒരു ക്ലയന്റ് റഫറലായിട്ട് വരികയാണ്. ഓക്കെ, ആ ഒരു പ്രോസസ്സാണ് ഞാനിവിടെ പറയുന്നത്. എന്നിട്ട് ആ ക്ലയന്റ് പേ ചെയ്യാൻ റെഡിയാ പറയും. ദെൻ ഹി ടേക്സ് യു. അതായത് നിങ്ങൾക്ക് പേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത വർക്കിലുള്ള ബെനിഫിറ്റ് അവിടെ കിട്ടുന്നു. സോ ഇത് ഗ്രാഫിക് ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഒരിക്കലും വർക്ക് ചെയ്യില്ല. നിങ്ങൾ വേറെ തരത്തിലുള്ള കാര്യങ്ങളിൽ വർക്ക് ചെയ്ത് തുടങ്ങണം. ദാറ്റ് ഇസ് എനി ഓട്ടോമേഷൻ, വേർഡ് പ്രസ് വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാൻ ചെയ്യുന്ന വർക്കാണ് ഞാൻ പറഞ്ഞത്. സോ എനിക്ക് മെക്കും സിവിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ എന്താണ് ഏറ്റവും ടോപ്പുള്ളത് എന്നുള്ളത് നിങ്ങൾ റീസെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ഇൻഡസ്ട്രിയിൽ മാത്രമാണ് ഇൻ ഡെപ്ത് പോയിട്ടുള്ളൂ. സോ മെക് സിവിൽ ഈസിയിൽ ഹാർഡ്വെയർസ് ഭയങ്കര പവർഫുൾ ആണ്. അതായത് എ ഐ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? GPUs വേണം. സോ GPUs അത് നിങ്ങളുടെ ഒരു ടോപ്പിക്കുമായിട്ട് കണക്റ്റഡ് ആണ്. സോ അത് നിങ്ങൾ റീസെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. സോ ഇതാണ് എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലെ ഫസ്റ്റ് പാർട്ട് വരുന്നത്. ഇതെൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ സെക്കൻഡ് പാർട്ടല്ല, പോസ്റ്റുകളാണ്. അതായത് ലെഫ്റ്റിൽ നിങ്ങൾക്ക് 2 പോസ്റ്റുകൾ കാണാം, റൈറ്റിൽ നിങ്ങൾക്ക് എൻ്റെ തന്നെ വേറൊരു പോസ്റ്റ് കാണാം. അപ്പോൾ ഇതിൽ റൈറ്റിൽ കാണുന്ന പോസ്റ്റിൽ 83
ലൈക്സ്, 52 കമന്റ്സ് ആൻഡ് 1 റീപോസ്റ്റ്. ഇപ്പുറത്ത് ലെഫ്റ്റില് 50 ലൈക്സും 9 ലൈക്സും. ഓക്കെ, ഇത് കഴിഞ്ഞ പ്രാവശ്യം എസ് എഫ് കേരളയുടെ സെഷൻ എടുത്തതിന്റെ എന്റെ ലിങ്ക്ഡിൻ പോസ്റ്റ് ആണ് ഈ റൈറ്റിൽ കാണുന്നത്. ലെഫ്റ്റില് സെൻട്രൽ കാണുന്നത് അതിന്റെ എസ് ആർ കേരള അയച്ചു തന്ന ഒരു പോസ്റ്ററാണ്. സ്കിൽ ചാമ്പ്യൻ ആയിട്ട് നോമിനേറ്റഡ് ആയി എക്സിക്യൂട്ട് ചെയ്ത് ഫുൾ ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്തതിന്റെ പോസ്റ്ററാണ്. സോ ഈ റൈറ്റിലുള്ള പോസ്റ്ററിന് റൈറ്റിലുള്ള പോസ്റ്റിന് എന്തുകൊണ്ടാണ് ഇത്രയും ലൈക്സ്, എന്തുകൊണ്ടാണ് ഇത്രയും കമന്റ്സ്? ഞാൻ പറഞ്ഞു തരാം. ഒരു കമന്റും ഇല്ലാത്ത പോസ്റ്റുകൾക്ക് ഒരാളും കമന്റ് ചെയ്യില്ല. അതാണ് ഒരു ജനറൽ ഹ്യൂമൻ സൈക്കോളജി. പിന്നെ നിങ്ങളോട് അത്രയും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് കമന്റ് ചെയ്യുള്ളൂ. ഓക്കെ, സോ എന്തിനാണ് ഈ ലൈക്സ് ആൻഡ് കമന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്രൂട്ടർ നോക്കുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾ അവരെ ബോധിപ്പിക്കണം. അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു റിയാക്ഷനും ഇല്ലാത്ത ഒരുപാട് പോസ്റ്റുകൾ ഇട്ട് പോകുന്നേക്കാൾ നല്ലതാണ് കുറച്ച് പോസ്റ്റുകൾ ഇട്ടിട്ട് ഒരുപാട് റിയാക്ഷൻസ് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിയാക്ഷൻസ് പോലെയല്ല ലിങ്ക്ഡിനിൽ കിട്ടുന്നത്. ലിങ്ക്ഡിനിലുള്ളൊരു 3 ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. ഒന്ന് സ്റ്റുഡൻസ്, പിന്നെ ജോലിക്ക് വേണ്ടി നിൽക്കുന്നവർ, പിന്നെ ജോലി തരുന്നവർ. ഈ 3 ക്ലാസ്സിലുള്ളവരാണ് ലിങ്ക്ഡിനിലുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടി തരാം. ഇത് ഇവിടുന്ന് പാസ് ഔട്ട് ആയി പോയ നമ്മുടെ ഒരു സീനിയറാണ്. അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക, മിഥിലേഷ് ചേട്ടൻ. സോ മിഥിലേഷ് ചേട്ടൻ ഒരു AI ഏജൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യണം. അദ്ദേഹത്തിന്റെ തന്നെ സ്റ്റാർട്ടപ്പാണ്, അദ്ദേഹം തന്നെയാണ് ഫൗണ്ടർ. സോ അദ്ദേഹം 2 ഹയറിങ്സ് നടത്തുന്നുണ്ട് 2 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. സോ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ കളർ, ഡാർക്ക് ബ്ലൂ കളറിലായിട്ട് പോസ്റ്റേഴ്സ്, 2 പോസ്റ്റേഴ്സ്. സോ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ ഒരു 2 പോസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ആരും അപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. സോ എൻ്റെ ലിങ്ക്ഡിനിൽ ഒന്ന് ഷെയർ ചെയ്യുമോ ചോദിച്ചു. ഓക്കെ, ഞാൻ എൻ്റെ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്തു. പിറ്റേ ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് 40 എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതാണ് എൻ്റെ ലിങ്ക്ഡിൻ്റെ പവർ. എനിക്ക് തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല അത്രയും ആൾക്കാർ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ വരും എന്നുള്ളത്. അദ്ദേഹം എന്നോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അദ്ദേഹം പറഞ്ഞു, അതായത് 40 എൻട്രീസ് വന്നു ഫ്രം യുവർ ലിങ്ക്ഡിൻ. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ലിങ്ക്ഡിൻ പവർഫുൾ ആണെന്നുള്ളത്. അതായത് 40 എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ നമ്പറാണ്, ബട്ട് എനിക്ക് 40 എൻട്രീസ് ചേട്ടന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ് ഫോർ മീ. സോ ആ ഒരു സമയത്ത് എനിക്ക് 4500 അടുത്ത് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 4700 ആയി. 200 വെച്ച് ഇൻക്രീസ് ആയിട്ടുണ്ട്. അത് ഞാൻ റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇങ്ങനെ ആണ് നിങ്ങളുടെ ലിങ്ക്ഡിൻ്റെ പവർ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ. സോ ഇത് ജോബ് റിക്രൂട്ട്മെന്റ്സ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊരു കാര്യം പ്രൊഫഷണൽ ആയിട്ടുള്ള വേൾഡിനെ ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റുകൾ ഇടാം. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, ആ ഒരു പ്രോഡക്റ്റ് വർക്കിംഗ് അല്ല, അതിന് നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു പോസ്റ്റ് ഇടുകയാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയ കമ്പനി അവർ ലിങ്ക്ഡിനിൽ ഉണ്ടെങ്കിൽ, അതിപ്പോൾ ടാറ്റ ആയിക്കോട്ടെ, HCL ആയിക്കോട്ടെ, ഇൻഫോസിസ് ആയിക്കോട്ടെ, വിപ്രോ ആയിക്കോട്ടെ, അവർ നിങ്ങളെ എത്രയും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ദാറ്റ് ഈസ് എ പവർ ഓഫ് ലിങ്ക്ഡിൻ. അതുപോലെ തന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത സമയത്ത് ഒരു കമ്പനി എനിക്കൊരു ഇന്റേൺഷിപ്പ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഞാൻ പേയ്മെന്റ് അടച്ചു. 4000 സംതിങ് പേയ്മെന്റ് ഉണ്ടായിരുന്നു. പേയ്മെന്റ് അടച്ചു. അതിനുശേഷം ഞങ്ങളുടെ കോളേജിൽ നമ്മുടെ കോളേജിൽ ഒരു സ്കാം പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയോ കമ്പനീസ് സ്കാം പോലെ വന്നിട്ട് ഇന്റേൺഷിപ്പ് കൊടുത്തിട്ട് പേയ്മെന്റ് കളക്ട് ചെയ്തിട്ട് അഗ്രിയിലുള്ള കുറച്ച് കുട്ടികൾ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ലിങ്ക്ഡിനിൽ ഒരു വലിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അതുണ്ടാവില്ല, ഇപ്പം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു, കാരണം അവർ എനിക്ക് ക്ലാരിഫിക്കേഷൻ തന്നു. സോ ഞാനൊരു വലിയ പോസ്റ്റ് ഇട്ടു. സോ ആ പോസ്റ്റിനനുസരിച്ച് ആ കമ്പനിയുടെ കമ്പനിയുടെ പേരൊന്നും പറയില്ല, ആ കമ്പനിയുടെ ഫൗണ്ടർ എന്നെ ഡയറക്റ്റ് ആയിട്ട് വിളിച്ചിട്ട് എനിക്ക് വേണ്ട എല്ലാ ക്ലാരിഫിക്കേഷൻസും തന്നു. ഒപ്പം സതീഷ് സാറിനെ വിളിച്ചു. അതായത് അവർ സ്കാം അല്ല എന്നുള്ളത് അവർ എനിക്ക് കറക്റ്റായിട്ട് പ്രൂഫ് തന്നു. അത് സ്കാം ആയിരുന്നത് വേറൊരു കമ്പനി ആയിരുന്നു. സോ അതൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ക്ലാരിഫൈ ചെയ്തു തന്നു. സോ ഇതാണ് ലിങ്ക്ഡിൻ്റെ പവർ. നിങ്ങൾ ലിങ്ക്ഡിനിൽ ഒരു കമ്പനിയെ ടാഗ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോകം മൊത്തം അറിയും. സോ ആ ഒരു കമ്പനിയുടെ ഇമേജിനെ അത് ബാധിക്കും. സോ അവർ വന്നിട്ട് എത്രയും പെട്ടെന്ന് അത് ക്ലാരിഫൈ ചെയ്ത് തരും, എന്ത് കാര്യമാണെങ്കിലും. സോ ഈ പോസ്റ്റുകൾക്ക് എങ്ങനെ ലൈക്ക് വന്നു ചോദിച്ചു കഴിഞ്ഞാൽ, റൈറ്റിലുള്ള പോസ്റ്റിൽ ഞാൻ എൻ്റെ ടീമിനോട് തന്നെ കമന്റ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീം ഗുരുവായൂർ ഓൺലൈൻ .comലുള്ള എൻ്റെ ടീം
പ്ലാനറ്റ്സ് ഡെവലപ്മെന്റിലുള്ള എൻ്റെ ടീം, പിന്നെ ഞാൻ സെഷൻ എടുത്ത് കൊടുത്ത ആ കുട്ടികൾ, അവരോടൊക്കെ ഞാൻ പോയിട്ട് എൻ്റെ പോസ്റ്റിന് താഴെ കമന്റ് ഇടാൻ പറഞ്ഞു. സോ അങ്ങനെ ഇടാൻ പറഞ്ഞപ്പോൾ അതിന് ഓൾറെഡി ഒരു 5 to 10 കമന്റ്സ് വന്നു. 5 to 10 കമന്റ്സ് വന്നപ്പോൾ ബാക്കിയുള്ള കാണുന്നവർ ഇട്ട് തുടങ്ങി. സോ ഇതാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജി. ഇത് ഭയങ്കര എന്താ വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സ്ട്രാറ്റജിയാന്ന് പലരും പറയും. പക്ഷേ ടോപ്പ് ക്ലാസ് ലിങ്ക്ഡിൻ സ്ട്രാറ്റജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി ഇത് തന്നെയാണ്. വാട്ട് ക്യാൻ ബ്രാൻഡിംഗ് ഡു ഫോർ യു? പ്രൊഫഷണൽ നെറ്റ്വർക്ക്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇൻഡസ്ട്രി അതോറിറ്റി. പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ പ്രൊഫഷണൽ നെറ്റ്വർക്ക്, ഇൻഡസ്ട്രിയിലുള്ള പ്രൊഫഷണൽസുമായിട്ടുള്ള നിങ്ങളുടെ നെറ്റ്വർക്ക്, മെന്റേഴ്സ്, പിയേഴ്സ് ഹു ക്യാൻ സപ്പോർട്ട് യുവർ കരിയർ ഗ്രോത്ത്, അവരുമായിട്ടുള്ള നെറ്റ്വർക്ക്. അപ്പോൾ അവരുമായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കാഡമിക്സ് ആയിക്കോട്ടെ, ഇനി അതല്ല നിങ്ങളുടെ ടെക്നിക്കൽ സൈഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നീഷ് മാർക്കറ്റ്, അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് റീസർച്ച് ഡൗട്ടുകളുണ്ട്. നിങ്ങളൊരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരികയാണ്, നിങ്ങളൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എങ്ങനെ കമ്പനീസിനെ ടാർഗറ്റ് ചെയ്യണം, എങ്ങനെ ആ കമ്പനീസിലേക്ക് കണക്റ്റഡ് ആവാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആദ്യം ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസുമായി ആദ്യം കണക്ട് ചെയ്ത് അവരുമായി ഒരു ഇനീഷ്യൽ കൺസൾട്ടിങ് നടത്താനുള്ള സൗകര്യം. സോ ഇതൊക്കെ ലിങ്ക്ഡിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. രണ്ടാമത്തത് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇൻ ഡെപ്ത് ആയിട്ട് എന്താണ് ലേറ്റസ്റ്റ് കരിയർ, എന്താണ് ലേറ്റസ്റ്റ് മാർക്കറ്റിൽ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒപ്റ്റിമൈസ് ചെയ്ത് റിക്രൂട്ടേഴ്സ് തന്നെ വന്നിട്ട് നിങ്ങളോട് അട്രാക്റ്റഡ് ആയിട്ട് മൂന്നാമത്തതാണ് ഇൻഡസ്ട്രി അതോറിറ്റി. നിങ്ങളോട് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി എക്സാമ്പിൾ എടുക്കാം, ഐഫോൺ. ഓക്കെ, ഐഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിമ്പിൾ ഓഫ് ലക്ഷറി. അത് പ്രൈഡ് ഫീലിംഗ് ആണ്. അത് എല്ലാവർക്കും ഇല്ല, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് അത് മേടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സംഭവം. മെർസിഡസ് ബെൻസ് അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. സോ എല്ലാവർക്കും പേടിക്കാൻ താല്പര്യമുള്ള ഒരു സംഭവം. എന്തുകൊണ്ട്? അവരൊരു ഇൻഡസ്ട്രി അതോറിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് ആ ഒരു വെർട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ടോപ്പ് ക്ലാസ് അതോറിറ്റി. മനസ്സിലായില്ലേ? സോ ഇത് സാധനങ്ങൾക്ക്, ഇത് നേരെ വ്യക്തികൾക്ക് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ AR റഹ്മാൻ, ഒരു മ്യൂസിക് ഡയറക്ടർ. സോ അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു സോങ്, അതിൻ്റെ ഒരു അതോറിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു അതോറിറ്റി. അതുപോലെ തന്നെ അനിരുദ്ധ രവിചന്ദ്രൻ, വേറൊരു മ്യൂസിക് ഡയറക്ടർ, അദ്ദേഹം കമ്പോസ് ചെയ്യുന്ന ഒരു സോങ്, അദ്ദേഹത്തിന്റെ ഒരു അതോറിറ്റി. സോ പീപ്പിൾ ആർ ഗോയിങ് ബിഹൈൻഡ് ദം. അതായത് അവരൊരിക്കലും എനിക്കൊരു സിനിമയിൽ അവസരം തരണം മ്യൂസിക് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പോകില്ല. ആൾക്കാരും ഡയറക്ടേഴ്സും അവരുടെ പിന്നാലെ പോകുന്നു, അവരുടെ സിനിമയ്ക്കും അഡ്വർടൈസ്മെന്റ്സിനും മ്യൂസിക് കമ്പോസ് ചെയ്യാൻ. സോ ആ ഒരു അതോറിറ്റി ബിൽഡ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ നിങ്ങളെ സഹായിക്കും. നെക്സ്റ്റ്, ഇതിന്റെ പ്രാക്ടിക്കൽസ് ആയിട്ട് നമുക്ക് നോക്കാം. അതായത് ഇൻഡസ്ട്രി അതോറിറ്റി ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾക്ക് ജോലി തരണം. സോ ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ലിങ്ക്ഡിനിൽ കണ്ടന്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ അതോറിറ്റിയും ട്രസ്റ്റും ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഡെയിലി ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി അത് നിങ്ങളുടെ നീഷ് മാർക്കറ്റ്, അത് മെക്ക സിവിലും CSE ഏതും ആയിക്കോട്ടെ, അതുമായി കണക്ട് ചെയ്ത് നിങ്ങൾ എഴുതുന്ന പോലെ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്ത് അതോടൊപ്പം അതിൻ്റെ ഒരു ഇമേജും AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് റെഗുലർ ആയിട്ട് കണ്ടന്റ് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ബി കൺസിസ്റ്റന്റ്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഗംഭീരമായിരിക്കും. നിങ്ങൾക്ക് നല്ല ഫോളോവേഴ്സും നല്ല ലൈക്സും കമന്റ്സും റിയാക്ഷൻസും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നല്ലൊരു ഇൻഡസ്ട്രി അതോറിറ്റി ഒരു 5 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എനിക്ക് നിങ്ങളെ നാളേക്ക് നാളെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പറ്റിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. സോ ഇപ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയ ഏതൊരു വ്യക്തിയെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു 10, 20, 30 വർഷം എടുത്തിട്ടുണ്ട്. ബട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത്രയും എടുക്കേണ്ട ആവശ്യമില്ല. ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ആണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ഒരു 5 to 6 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻഡസ്ട്രി അതോറിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. സോ കണക്ട് വിത്ത് യുവർ കൊളീഗ്സ്, ക്രിയേറ്റ് ആൻഡ് ഷെയർ വാല്യൂ, ജോയിൻ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ലിങ്ക്ഡിൻ ബേസിക്സ് ഫോർ ഗ്രാജുവേറ്റ്സ്, പ്രൊഫഷണൽ ഫോട്ടോ, ഇതൊക്കെ നിങ്ങളുടെ ലിങ്ക്ഡിനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം, കമ്പലിംഗ് ഹെഡ്ലൈൻ ആയിരിക്കണം. നിങ്ങൾക്ക് എൻ്റെ പ്രൊഫൈൽ റെഫർ ചെയ്യാം. സോ എൻ്റെ പ്രൊഫൈൽ വെൽ ഒപ്റ്റിമൈസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് അത് റെഫർ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലും ഒപ്റ്റിമൈസ്ഡ് ആക്കി മാറ്റാം. About section, experience and projects,
സ്ട്രാറ്റജിക് കണക്ഷൻസ്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ കണക്ഷൻസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ നീഷ് മാർക്കറ്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആവാൻ നോക്കുക. നീഷ് മാർക്കറ്റ് ഞാൻ ഈ വീഡിയോയിൽ പലരും പറയുന്നുണ്ട്. അത് മനസ്സിലായില്ലേ? നിങ്ങളുടെ നീഷ്, നിങ്ങളുടെ ഇൻഡസ്ട്രി, അതായത് ഇപ്പോൾ ടെക് ആണെങ്കിൽ മെക്ക്, സിവിൽ, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ. സോ എന്താണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഇൻഡസ്ട്രി, അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുമായി കൂടുതൽ കണക്ഷൻസ് സ്ഥാപിക്കാൻ നോക്കുക. ഞാൻ ഓൺടർപ്രണർ ആയതുകൊണ്ട് ഈ മാർക്കറ്റിങ്ങിലും കാര്യങ്ങളിലും നമ്മൾ നീഷ് മാർക്കറ്റ് എന്നാണ് പറയുക. സോ അതാണ് ഇവിടെ ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിങ്ങൾക്ക് കസ്റ്റം ലിങ്ക്ഡിൻ URL ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ linkedin.com/in/Amit P. രഞ്ജിത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരും. അതുപോലെ linkedin.com/in/ നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ വരണം. ഡീഫോൾട്ട് ആയിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ നമ്പേഴ്സ് ഒക്കെ വരിക. അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഡിജിലോക്കർ വെച്ച് വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഡിജിലോക്കർ വെച്ചിട്ട് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം URL ആഡ് ചെയ്യാം. അപ്പോൾ linkedin.com/in/ നിങ്ങളുടെ പേര് കൊടുത്ത് സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ് അതൊക്കെ ആഡ് ചെയ്യണം. കോണ്ടന്റ് വിസിബിലിറ്റി, അതായത് ലിങ്ക്ഡിനിൽ നമുക്ക് ഫീച്ചേർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷൻ ഉണ്ട്. ഫീച്ചേർഡ് സെക്ഷനിൽ നിങ്ങൾ മുന്നേ പോസ്റ്റ് ചെയ്ത ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾക്ക് ഫീച്ചേർഡ് ആക്കിയിടണമെങ്കിൽ ഇടാം. അപ്പോൾ അത് ടോപ്പിൽ വന്ന് കിടക്കും. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീച്ചേർഡ് ആയിട്ട് ഇടാം. പിന്നെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക്ഡിനിൽ നിങ്ങളെ പഠിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിച്ച ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ നിങ്ങളെ മാനേജ് ചെയ്ത ഒരാൾ, അങ്ങനെയുള്ളവരുടെ അടുത്ത് നിന്ന് റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ കൊടുക്കാം. അത് ആരുടെയും നിങ്ങളുമായി കണക്ഷനിലുള്ള ആരുടെയും പ്രൊഫൈൽ എടുത്തിട്ട് 3 ഡോട്ട്സ് പ്രസ് ചെയ്തിട്ട് റിക്വസ്റ്റ് റെക്കമെൻഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ അടുത്ത് നിന്ന് റെക്കമെൻഡേഷൻ റിക്വസ്റ്റ് ചെയ്യാം. സോ റെക്കമെൻഡേഷൻസ് നോക്കിയിട്ടാണ് ഒരുപാട് റിക്രൂട്ടിങ് ചെയ്യുക. സോ ലിങ്ക്ഡിൻ റെക്കമെൻഡേഷൻസിന് നല്ല വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ലിങ്ക്ഡിൻ റെക്കമെൻഡേഷൻസ് മാത്രം ഉണ്ടെങ്കിൽ തന്നെ ആൾക്കാർ നിങ്ങളെ അപ്രോച്ച് ചെയ്യും, ജോലി തരാം എന്ന് പറഞ്ഞിട്ട്. അതായത് ചെറിയ റെക്കമെൻഡേഷൻസ് ഒന്നും പോരാ. ഇപ്പോൾ നമ്മുടെ NGIയുടെ ചെയർമാൻ, NGIയുടെ CEO, NGIയുടെ JCTയുടെ പ്രിൻസിപ്പൽ, ഇങ്ങനെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ കമ്പനീസിലെ CEO, അങ്ങനെയുള്ള ആൾക്കാർ, അവരുടെയൊക്കെ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ റിക്രൂട്ടേഴ്സ് നിങ്ങളുടെ പ്രൊഫൈൽ റിവ്യൂ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, സോ നമ്മുടെ 2 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ബാച്ച് മെമ്പേഴ്സും അവരവരുടെ ക്ലാസ്സിലുള്ള എല്ലാ ക്ലാസ് പാർട്ടിസിപ്പൻസും രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്തില്ലേന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, സോ താങ്ക് യു.